കേരളത്തിൽ കൊടുങ്കാറ്റാണോ സുനാമിയാണോ ആഞ്ഞു വീശിയത് എന്ന സംശയം മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. അല്പസമയം മുൻപ് മീഡിയ ഗ്രാമത്തിന് വേണ്ടി കണ്ണൂർ ജില്ലയിൽ ഈ കൊടുങ്കാറ്റടിച്ചുവിട്ട സഖാവ് TK ഗോവിന്ദൻ മാസ്റ്ററുമായി സംസാരിച്ചു. അദ്ദേഹം വോട്ടെണ്ണൽ കേന്ദ്രത്തിന്റെ മുന്നിൽ തന്നെ നിൽക്കുകയാണ്. ചുരുങ്ങിയത് 10,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് വിജയിക്കും എന്ന് അദ്ദേഹം അറിയിച്ചിരിക്കുകയാണ്. ജീവിതത്തിൽ ഇന്നേ വരെ പാർലമെന്ററി രംഗത്ത് പ്രവർത്തിച്ചിട്ടില്ലാത്ത അല്ലെങ്കിൽ മത്സരിച്ചിട്ടില്ലാത്ത ഗോവിന്ദൻ മാസ്റ്റർ തളിപ്പറമ്പ് പോലുള്ള CPM-ന്റെ കോട്ടക്കൊത്തളത്തിൽ 10,000-ലധികം വോട്ടിന് വിജയിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ വോട്ട് രേഖപ്പെടുത്തിയവരാരും UDF-ൽ ഉള്ളവർ മാത്രമല്ല. നല്ല കനത്ത സഖാക്കൾ ആഞ്ഞുകുത്തി ഗോവിന്ദൻ മാസ്റ്റർക്ക് അനുകൂലമായി. അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ ഗ്യാസ് സിലിണ്ടർ അടയാളത്തിൽ ഗ്യാസിന്റെ തീ പിടിച്ചു നിൽക്കുന്ന ഈ ഘട്ടത്തിൽ ഇത്രയധികം സഖാക്കന്മാർ വോട്ട് രേഖപ്പെടുത്തി എന്ന് പറഞ്ഞാൽ അത് ഭരണവിരുദ്ധ വികാരം മാത്രമല്ല, ഏകഛത്രാധിപതിയായി മുന്നോട്ടു പോകുന്ന പിണറായി വിജയനെതിരെയുള്ള ആഞ്ഞുകുത്തലാണ്. തളിപ്പറമ്പിൽ ഗോവിന്ദൻ മാസ്റ്റർ സ്ഥാനാർത്ഥിയായതോടുകൂടി അതിന്റെ അലയൊലികൾ അത് കണ്ണൂർ ജില്ലയിൽ ഉടനീളമുണ്ടായി. കണ്ണൂർ ജില്ലയിൽ മാത്രമല്ല, കാസർഗോഡ് ജില്ലയിലേക്കും അത് ആഞ്ഞുവീശി എന്നാണ് ഇപ്പോൾ റിസൾട്ടുകൾ വളരെ വ്യക്തമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ധാർഷ്ട്യത്തിനും ധിക്കാരത്തിനും പാർട്ടി അണികൾക്കിടയിൽ പോലും വിലയുണ്ടാവില്ല എന്ന വലിയ സത്യം CPM ദീർഘകാലത്തിന് ശേഷം തിരിച്ചറിയുകയാണ്. എല്ലാവരെയും കണ്ണുരുട്ടിയും മുകളിൽ നിന്ന് താഴേക്ക് വരുന്ന തീരുമാനങ്ങൾ വഴിയും അടിമകളെ പോലെ താഴെ നിർത്തിക്കളയാമെന്ന വ്യാമോഹമാണ് ഇപ്പോൾ തല്ലിക്കെടുത്തിയിരിക്കുന്നത്. അമ്മാവനും മരുമകനും ചേർന്ന് കേരളത്തിൽ 3-ാം വട്ടം കൂടി അധികാരത്തിലേക്ക് കടന്നു വരാം എന്ന വ്യാമോഹത്തിന് തിരിച്ചടി നൽകുമ്പോൾ കണ്ണൂരിന്റെ സൂപ്പർ ഹീറോ ആരാണ് എന്ന വലിയ ചോദ്യം അന്തരീക്ഷത്തിൽ നിൽക്കുമ്പോൾ വളരെ കൃത്യമായി നമുക്ക് പറയാൻ കഴിയുന്ന ഉത്തരം 75-ാം വയസ്സിലും ധീരതയുടെ പോരാട്ട വീര്യവുമായി തളിപ്പറമ്പിന്റെ രണഭൂമിയിൽ നിറഞ്ഞു നിന്ന സഖാവ് TK ഗോവിന്ദൻ മാസ്റ്റർ തന്നെയാണ്. മാഷയ്ക്ക് എല്ലാവിധ ഭാവുകങ്ങളും.